ഷെഫ് സജിച്ചേട്ടൻ്റെ വാക്കുകൾ ഞാനൊന്ന് കടമെടുക്കുകയാണ്. നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയാം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ച് കുക്കറിൽ നല്ല അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കാം. 3 ഗ്ലാസ് പച്ചരി കഴുകി റെഡിയാക്കി വെള്ളം ഊറാൻ ഞാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലാണല്ലോ നമ്മുടെ ബിരിയാണി വെക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. നെയ്യുണ്ടെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്തു. അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്. ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുത്തു. ഭയങ്കരമായിട്ട് വഴന്നൊന്നും വരണ്ട. അല്പം ഉപ്പ് വഴന്ന് കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളായി മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകം, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ പെരിഞ്ജീരകം വേണ്ട, പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ ചിക്കൻ മസാല വേണ്ട. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിരിക്കുക. അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് അളവുള്ളതുകൊണ്ട് സൂക്ഷിച്ചേ വെള്ളം ഉപയോഗിക്കാവുള്ളൂ. അല്പം സോസും ചേർത്ത് കൊടുത്തു. തൈര് ആവശ്യമായിരുന്നു. തൈര് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം വിനാഗിരിയാണ് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 സ്പൂൺ വിനാഗർ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടിയിരിക്കുന്നത് മല്ലിയിലയാണ്. നല്ല രീതിയിൽ മല്ലിയില അതിലേക്ക് ഞാൻ വിതറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മേടിച്ച ചിക്കൻ്റെ ബാലൻസാണ്. ഒത്തിരിയൊന്നുമില്ല. കുറച്ച് ചിക്കൻ ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തു. മിക്സ് ചെയ്തെടുക്കാം. ഇനി അല്പം നേരം അടച്ച് വെക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ്. ഞാൻ ചെറിയ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. 4.5 ഗ്ലാസ് വെള്ളം ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷമായി വെള്ളമൂറിയ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അല്പം കൂടെ മല്ലിയില വിതറി അടച്ച് വെച്ച് ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. വിസിൽ വന്നതിന് ശേഷം അത് ഓപ്പൺ ആക്കരുത്. അതിൻ്റെ എയർ മുഴുവൻ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് രുചികരമായ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, അത് ചേർന്ന് പിടിച്ചിട്ടില്ല. അല്പം നട്ട്സും കിസ്മിസും ഒക്കെ ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. നാരങ്ങയുണ്ടെങ്കിൽ നാരങ്ങയും പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഞാനിതൊന്നും ചേർത്തിട്ടില്ല. നല്ല സൂപ്പറായിട്ട് വെന്തു പോകാതെ നല്ല ടേസ്റ്റിലുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചരി കൊണ്ടുള്ള ബിരിയാണിയാണെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ കഴിക്കുന്നവർക്ക് മനസ്സിലാവുകയുള്ളൂ. ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി അല്പം മല്ലിയിലയൊക്കെ വിതറി നല്ല സെറ്റാക്കി എടുക്കാം. കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.